ഹായ്, എന്തൊക്കെ സുഖമല്ല എല്ലാവർക്കും. അപ്പം ഇന്ന് നേരം വെളുത്ത് ഇറങ്ങിയിട്ടുണ്ട്. ഇന്ന് 2 ദിവസമായിട്ടേ 3 ദിവസമായിട്ട് മഴ പെയ്യും എന്ന് പറഞ്ഞിട്ടേ ഇന്നലെയൊക്കെ സ്കൂളിൽ ലീവായിരുന്നു. ഇന്നലെ മഴ പെയ്തിട്ടുമില്ല. അതിൻ്റെ മുമ്പായിട്ടൊന്നും ഇങ്ങനെ പാറ്റി, 2-3 ദിവസം മഴ ഇങ്ങനെ പാറ്റി. അതുകൊണ്ട് 3 ദിവസവും നല്ല പണിയാണ് വണ്ടി കൈകൽ. സ്കൂളിൽ ലീവാവും ചെയ്തു, പക്ഷെ മഴ പെയ്തതുമില്ല. ഇന്ന് ഉണ്ടോയെന്ന് അറിയില്ല. അതിപ്പോൾ 10 മിനിറ്റ് കാത്തിക്കാം, വരുമല്ലോ നോക്കാം. ഇന്നലെ രാത്രി ഭയങ്കര പൊടിക്കാറ്റായിരുന്നു. പൊടിക്കാറ്റ് ഇങ്ങോട്ട് അടിച്ചിട്ട് 4 വണ്ടിയും, 4 നമ്മളതെന്നല്ല എല്ലാവരും വണ്ടിയും പൊടിയിലുണ്ട് കുളിച്ചിക്കണം. അപ്പം ഇന്ന് വന്നിട്ട് അതൊക്കെ കഴുകണം. 4-മത്തെ ദിവസം അടുപ്പിച്ച് കഴുകലായിപ്പോൾ ഈ പ്രശ്നം കൊണ്ട്. പൊടിക്കാറ്റ് വന്നാൽ ഭയങ്കര പ്രശ്നമാണ് ഇവിടെ. മഴ, പൊടിക്കാറ്റ്, ഇത് രണ്ടും വന്നാൽ നമുക്ക് പണിയാണ്. സ്കൂളുണ്ടായിരുന്നിട്ടെന്ന് സ്കൂളിൽ പോയി വന്നു. ഒന്നും ചെയ്യാൻ പറ്റില്ല, കേക്ക് തന്നെ. വേറെ പണിയൊന്നുമില്ലല്ലോ ഇപ്പോൾ. സാൻഡ്വിച്ച് വാങ്ങിക്കണം. ഇതെന്താ പറയുക, 3.5 റിയാലിന് വയറ് നിറക്കാം. ഉച്ച വരെ പിടിച്ചില്ല. നല്ല നിറവുണ്ടാവും. ഉണ്ടോ വലിപ്പം, നല്ല വലിപ്പം, നല്ല നിറവുണ്ടാവും. സാറാണ്. ഇവിടെ ഉണ്ട് ഒരു ബൂഫിയ, ആ പോരാ, ഇവിടെ ഉഷാറാ. ഇത് കഴിഞ്ഞിട്ട് വണ്ടിയൊക്കെ ഒന്ന് വൃത്തിയാക്കാം. വണ്ടിയൊക്കെ കഴുകിട്ടോ, കുട്ടപ്പന്മാരാക്കി. 4 വണ്ടി അടുപ്പിച്ചേ, 5 വണ്ടി ഉള്ളത്തെ. ഞാൻ പിന്നെ ചെക്കൻ്റെ ഓടി കഴുകലില്ല. പിന്നെ പൊടിയൊക്കെ കണ്ടപ്പോൾ നമ്മളൊന്നേ ചെറുക്കൻ പിന്നെ സർവീസ് സ്റ്റേഷനിൽ പോയി കഴുകല. ഏതായാലും ക്ലിയറായി. ചെറുക്കൻ്റെ ഓടി സ്റ്റാർട്ടായി നിൽക്കുക. സകല വണ്ടിയും പൊടി കുളിച്ചിക്കുക. ഓരോരുത്തരതാ കഴുകണ്. അങ്ങനെ വണ്ടിയൊക്കെ കഴുകി, 4 വണ്ടിയും കഴുകി. ഇനി കുറച്ചേരം റെസ്റ്റ് എടുത്തിട്ടേ 12 മണിയായ സ്കൂളിൽ പോയി വരെ കൊണ്ട്. ഇന്ന് ഇത്ര ഉള്ളു പരിപാടി. അപ്പം ഇന്നത്തെ പണിയൊക്കെ എന്താ പറയുക, രാവിലെ തന്നെ എടുത്ത് കഴിച്ചു. അല്ലെങ്കിൽ പിന്നെ വൈകുന്നേരമാണ് ഞാൻ വണ്ടിയൊക്കെ കഴിക്കുന്നത്. അപ്പോൾ പൊടിയിൽ ഇങ്ങനെ കുളിച്ചെന്നപ്പോഴേ, അപ്പോൾ അവർക്ക് ഡ്യൂട്ടിക്ക് പോകുമ്പോഴൊക്കെ വണ്ടി കാണുമ്പോൾ ഒരു വൃത്തിയിടാവും. അപ്പോൾ രാവിലെ കഴിക്കിയതാണ്. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ വൈകുന്നേരം ഫ്രീ ആണ്. അപ്പോൾ അങ്ങനെയാണ്. ഇന്ന് ചെറിയ പരിപാടിയുള്ളൂ. ഓക്കെ, അടുത്ത വീഡിയോ കാണാം.